നമസ്കാരം. SNDP യോഗം കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറിയും മൈക്രോ ഫിനാൻസ് പദ്ധതി സംസ്ഥാന കോർഡിനേറ്ററുമായിരുന്ന കെ മഹേഷിന്റെ ആത്മഹത്യയിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് പുനരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. മഹേഷിന്റെ ഭാര്യ ഉഷാദേവി നീതി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷയും സുധീരൻ ഇതോടൊപ്പം കൈമാറിയിട്ടുണ്ട്. ഈ ദാരുണമായ സംഭവത്തിൽ മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് ഉഷാദേവി കത്ത് നൽകിയിരുന്നെങ്കിലും മുൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഫലപ്രദമായ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് VM സുധീരൻ കത്തിൽ കുറ്റപ്പെടുത്തി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കെ മഹേഷിനെ കണിച്ചുകുളങ്ങര യൂണിയൻ ഓഫീസിനുള്ളിലാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് മുൻപ് വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ 32 പേജുള്ള കത്തും ക്രൈംബ്രാഞ്ച് മേധാവിക്കും CIക്കും പ്രത്യേകമായി എഴുതിയ കത്തുകളും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച ശേഷമായിരുന്നു മഹേഷിന്റെ ആത്മഹത്യ. വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് അനുഭവിച്ച കടുത്ത മാനസിക പീഡനങ്ങളും കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിലാക്കുമെന്ന ഭീഷണിയുമാണ് തന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണമായതെന്ന് ഭാര്യ ഉഷാദേവി ചൂണ്ടിക്കാണിച്ചിരുന്നു. മൈക്രോ ഫിനാൻസിലെയും SNDPയിലെയും ക്രമക്കേടുകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും മഹേഷിന്റെ തലയിൽ കെട്ടിവെച്ച് വേട്ടയാടാൻ ശ്രമിച്ചതായും ആത്മഹത്യക്കുറിപ്പിൽ പരാമർശമുണ്ടായിരുന്നു. വെള്ളാപ്പള്ളിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്ന യൂണിയൻ നേതാക്കൾക്കായി തന്റെ ജീവിതം ഹോമിക്കുന്നുവെന്നാണ് മഹേഷൻ കത്തിൽ കുറിച്ചിരുന്നത്. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ തങ്ങൾക്കൊട്ടും വിശ്വാസമില്ലെന്ന് മഹേഷിന്റെ കുടുംബം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലീസ് കണ്ടെടുത്ത സുപ്രധാനവും പ്രസക്തമായ പല രേഖകളും തമസ്കരിക്കപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായതെന്നും VM സുധീരൻ ആരോപിച്ചു. മഹേഷിന്റെ ആത്മഹത്യക്കുറിപ്പുകളിൽ തുറന്നു പറഞ്ഞിരുന്ന ഗുരുതരമായ വസ്തുതകളെക്കുറിച്ചൊന്നും ശരിയായ രീതിയിലുള്ള അന്വേഷണം നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മഹേഷിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളെയും അതിനു പിന്നിലെ ഭീഷണികളെയും കുറിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണം ഉറപ്പാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നും VM സുധീരൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലൂടെ ആവശ്യപ്പെട്ടു. കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ചേർത്തല താലൂക്ക് കണിച്ചുകുളങ്ങര കൂട്ടുങ്ങൽ വീട്ടിൽ സ്വയം ജീവനൊടുക്കിയ കെ മഹേഷിന്റെ ഭാര്യ ഉഷാദേവിയുടെ അപേക്ഷ ഇതോടൊപ്പം അയക്കുന്നു. SNDP യോഗത്തിന്റെ കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറിയും ദേവസ്വം ഖജാൻജിയും മൈക്രോ ഫിനാൻസ് സംസ്ഥാന കോർഡിനേറ്ററുമായിരുന്ന കെ മഹേഷിനെ സ്വയം ജീവൻ വെടിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതിന് ഉത്തരവാദികളായ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് മഹേഷിന്റെ സഹധർമ്മിണി ശ്രീമതി ഉഷാദേവി അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അപേക്ഷ സമർപ്പിച്ചിരുന്നതാണ്. ഇക്കാര്യം കത്ത് മുഖാന്തരം ഞാനും മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. നിർഭാഗ്യവശാൽ ഫലപ്രദമായ യാതൊരു നടപടിയും മുൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. സ്വജീവിതം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 32 പേജ് വരുന്ന ആത്മഹത്യക്കുറിപ്പ് കേരളത്തിലെ SNDP യൂണിയൻ നേതാക്കൾക്ക് മഹേഷൻ അയച്ചു നൽകിയതായും പ്രസ്തുത കുറിപ്പിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനിൽ നിന്നും താൻ അനുഭവിച്ച മാനസിക പീഡനങ്ങളും കേസുകളിൽ കുടുക്കി ജയിലിലാക്കുമെന്ന ഭീഷണിയും മൈക്രോ ഫിനാൻസ് ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം മുഴുവൻ തന്റെ തലയിൽ കെട്ടിവെക്കുമെന്ന ഭീഷണിയുടെയും SNDP യോഗത്തിലും ട്രസ്റ്റിലും നടന്നുവരുന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ മഹേഷനിൽ ചുമത്തുമെന്നുള്ള വെള്ളാപ്പള്ളിയുടെ ഭീഷണിയുമാണ് തന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണമെന്ന് മഹേഷിന്റെ ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നുവെന്ന് ശ്രീമതി ഉഷാകുമാരിയുടെ ഈ അപേക്ഷയിൽ പറയുന്നുണ്ട്. മരണ ദിവസം തയ്യാറാക്കി പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന മരണകാരണം വിവരിച്ച മറ്റൊരു ആത്മഹത്യക്കുറിപ്പ് വെള്ളാപ്പള്ളിയുടെ സ്വാധീനം ഉപയോഗിച്ച് പോലീസ് സേന മാറ്റിയതായി ചില ഉദ്യോഗസ്ഥർ തങ്ങളെ അറിയിച്ചതായും ഈ അപേക്ഷയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലീസ് കണ്ടെടുത്ത സുപ്രധാനവും പ്രസക്തമായ രേഖകൾ മിക്കതും തമസ്കരിക്കപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. മഹേഷിന്റെ ചരമക്കുറിപ്പുകളിൽ തുറന്നു പറഞ്ഞിരുന്ന വസ്തുതകളെക്കുറിച്ചൊന്നും ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം കണക്കിലെടുത്ത് ഇനിയെങ്കിലും നാടിനെ നടുക്കിയ ഈ ദാരുണ സംഭവത്തെക്കുറിച്ച് സത്യസന്ധരും നിഷ്പക്ഷരും കാര്യപ്രാപ്തിയുള്ളവരുമായ നല്ല പൂർവ്വകാല പശ്ചാത്തലമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിയമവാഴ്ചയ്ക്ക് തന്നെ സംഭവിക്കുന്ന അതിഗുരുതരമായ വീഴ്ച തന്നെയായിരിക്കും. നിയമ സംവിധാനത്തെ കബളിപ്പിച്ചുകൊണ്ട് ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ വൈകിയ വേളയിലെങ്കിലും നീതി നടപ്പാക്കിയേ തീരൂ. അതുകൊണ്ട് ശ്രീമതി ഉഷാദേവിയുടെ അപേക്ഷയിൽ സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തുന്നതിനും മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന്റെ പിടിയിൽ കൊണ്ടുവരുന്നതിന് സത്യസന്ധരും സമർത്ഥരുമായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നുമാണ് കത്തിന്റെ ഉള്ളടക്കം.